കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു വരുമാന മാർഗമാണ് ലോട്ടറി വിൽപ്പന. കേരളത്തിൽ ഏകദേശം 1,08,00,000 ലോട്ടറികൾ ഒരു ദിവസം പ്രിന്റ് ചെയ്യപ്പെടുകയും അത് വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 42 രൂപ 50 പൈസ എന്ന നിരക്കിൽ സർക്കാർ ടിക്കറ്റുകൾ ഏജൻസികൾക്ക് നൽകുമ്പോൾ ആ ഇനത്തിൽ മാത്രം ഏകദേശം ഒരു 46 കോടിയോളം രൂപയാണ് വരുമാനമായിട്ട് കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നത്. ഈ ലോട്ടറി വിൽപ്പനയും അതിന്റെ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 3 സംശയങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, കേരളത്തിലെ ഈ നറുക്കെടുപ്പ് നടത്തുന്ന ടിക്കറ്റുകളുടെ പ്രൈസുകൾ കൃത്യമായി എല്ലാ പ്രൈസുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത്, വിജയിയുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടത്താറുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഏത് ഏജൻസി അല്ലെ ഏത് ഏജന്റ് വിറ്റ ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹനായി എന്ന് ഗവൺമെന്റ് എന്തുകൊണ്ട് പത്രത്തിലോ മറ്റു മാധ്യമങ്ങളിലൂടെയോ വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ട്? ഇത് മൂന്നുമാണ് പ്രധാനമായ സംശയങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ഉള്ളത്. ഇതൊരു വലിയ സ്കാമാണ് എന്നുള്ള അഭിപ്രായമല്ല, ഇതിന്റെ ട്രാൻസ്പെറൻസിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ട്രാൻസ്പെറൻസി ഉയർത്താനും അത് ട്രാൻസ്പെറന്റ് ആണ് എന്ന് പൊതുജനങ്ങളെ വിശ്വസിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം കേരള ഗവൺമെന്റിന് ഉണ്ട്. ചില ആൾക്കാർ ഐഡന്റിറ്റി പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. എങ്കിലും 365 ദിവസവും കേരളത്തിൽ ലോട്ടറി നറുക്കെടുപ്പ് നടത്താറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 365 ഫസ്റ്റ് പ്രൈസ് വിജയികൾ ഉണ്ടാകും. ഈ പറയുന്ന 365 വ്യക്തികളും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആൾക്കാരല്ലല്ലോ. വളരെ കുറച്ചു പേർ, ചിലപ്പോൾ ഒരു 10% ആൾക്കാർ ചിലപ്പം ശരിയാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല, ഓക്കെ, ഫെയർ ആണ്. പക്ഷെ ബാക്കിയുള്ളവരോ, നമ്മൾ വളരെ റെയറസ്റ്റ് ആയിട്ട് മാത്രമാണ് ഈ ഒന്നാം സമ്മാന വിജയിയെ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെ നാം അറിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബമ്പർ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട് വിജയികളെ നാം അറിയും, അല്ലെ മീഡിയക്കാർ കണ്ടെത്തുക, അല്ലെ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ അറിയും. എന്തുകൊണ്ട് എല്ലാ ദിവസവും ഈ നറുക്കെടുപ്പ് നടക്കുന്ന വിജയികളെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? അതും ഒരു പ്രധാന സംശയമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ കേരള ഗവൺമെന്റ് ആണ് ഇതിന്റെ ട്രാൻസ്പെറൻസി ആണ്, ഇത് ട്രാൻസ്പെറന്റ് ആണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്.